പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വേദഭാഗത്ത് നിന്നാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. 6-ാം അധ്യായം നമ്മൾ തുടക്കത്തിൽ കണ്ടു. നമ്മളുടെ 3 രഹസ്യ സ്വഭാവങ്ങൾ എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ശിഷ്യന്മാരുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. ഇവിടെ ഈ വേദഭാഗം 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നത്, ഹൃദയവും നിക്ഷേപവും തമ്മിൽ വളരെ ബന്ധം നിലനിർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിലുള്ള സുരക്ഷതയും ഭാവി സുരക്ഷതയും ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. അത് ഭൂമിയിൽ നിക്ഷേപിക്കുന്നതിൽ കൂടി അത് ശാശ്വതമായ ഒരു പരിഹാരമാണെന്ന് പലരും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഭൂമിയിലുള്ള നിങ്ങളുടെ നിക്ഷേപം അത് വ്യർത്ഥമാണ്. അങ്ങനെ നിങ്ങൾ ആ നിക്ഷേപം സ്വരൂപിക്കരുത്. എന്തുകൊണ്ട് സ്വരൂപിക്കരുത്? ഒന്ന്, ഭൂമിയിലെ നിക്ഷേപം നഷ്ടപ്പെടും. പിന്നെ എവിടെ നിങ്ങൾ നിക്ഷേപിക്കണം? സ്വർഗത്തിൽ നിക്ഷേപിക്കണം. എന്താ അതിൻ്റെ പ്രയോജനം? സ്വർഗത്തിൽ നിക്ഷേപിച്ചാൽ അതിൻ്റെ പ്രയോജനം കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചു കൊണ്ട് പോകത്തില്ല. മാത്രമല്ല, ആ നിക്ഷേപം അത് സ്ഥിരമായി നിലനിൽക്കുന്നതും അത് നിത്യതയോളം നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം ഇടുക. ഇന്ന് പകലിൽ ദൈവാത്മാവ് നമ്മോട് പറയുന്ന ദൂത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ദൈവത്തിന് നിക്ഷേപം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവരാജ്യത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് സ്വർഗരാജ്യത്തിലാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. അപ്പം ഇവിടെ യഥാർത്ഥമായ നിക്ഷേപം മനുഷ്യന് കാണേണ്ടതിന് യഹൂദന്മാർ ചെയ്യുമ്പോൾ അവർ പറയുകയാണ്, അവർ പുറത്തെ മനുഷ്യൻ, അതായത് ഈ ലോകത്തിലാണ് അവരുടെ നിക്ഷേപം. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ കള്ളന്മാർ വന്ന് തുരന്ന് മോഷ്ടിച്ചു കൊണ്ട് പോകുന്ന ഒരു കാലയളവായി മാറും. എന്ന് പറഞ്ഞാൽ നിക്ഷേപത്തിന് എന്തില്ല? സ്ഥിരതയില്ല, ഒരു സാന്നിധ്യം അതിൻ്റെ അകത്തില്ല. ഏത് നിമിഷവും അത് നഷ്ടപ്പെടാം. ഇന്ന് പകലിൽ പല നിക്ഷേപങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഏതിനെ ആശ വെച്ചിരിക്കുന്നോ ആശയെല്ലാം നശിച്ചു കൊണ്ടിരിക്കുക. നീ തലമുറയെ നോക്കി ആശ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തലമുറ മുഴുവനും നിനക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുകയാണ്. നീ ചില വ്യക്തികളെ ചില ആശ വെച്ചുകൊണ്ട് നീ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തികളെല്ലാം നിന്നെ വഞ്ചിച്ചു കൊണ്ടുപോവുകയാണ്. എവിടെയും ഒരു മനുഷ്യനും ആത്മാർത്ഥതയും വിശ്വസ്തതയും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം വേണ്ടുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ്. കാരണം സ്വർഗവും നിക്ഷേപവും തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്, അത് ആണ് നാം സ്വയം വിചിന്തനം ചെയ്യേണ്ടത്. അപ്പോൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ, നിങ്ങളെ തന്നെ എൻ്റെ നിക്ഷേപമായി സമർപ്പിക്കുന്നവരായി മാറണം. അതാണ് ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. ഇത് പകലിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കുള്ളത് ഒന്നും നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ തന്നെ ദൈവത്തിന് നിക്ഷേപമായി മാറ്റുവാൻ എത്ര പേര് ഇന്ന് പകലിൽ ഒരുക്കമാണ്? ഇനി എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കാം എന്ന് പറയുന്ന ഒരുക്കമുള്ളവർ എത്ര പേര് എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്? അതുകൊണ്ട് ഭൂമിയിൽ നമ്മുടെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ വിളങ്ങുവാൻ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്, 4 ആളെ കാണിക്കുവാൻ നിക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല ദൈവം നമ്മളെപ്പറ്റി കാണുന്നത്. സ്വർഗത്തിലുള്ള നിൻ്റെ നിക്ഷേപം അത് തീർച്ചയായും നിൻ്റെ ഹൃദയവും അവിടെ തന്നെ ഇരിക്കും. അപ്പം നിക്ഷേപം വെക്കുവാൻ പറഞ്ഞതിൻ്റെ ഏക കാരണം, ദൈവത്തിൻ്റെ ലക്ഷ്യം നിൻ്റെ ഹൃദയമാണ്. ആമേൻ. ഇന്ന് പകലിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ മനസ്സിനെയാണ്. കാരണം അവിടെയാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അവിടെയാണ് ദൈവം കുടിക്കൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ നമ്മുടെ സ്വരൂപം എന്ത് ചെയ്യണം? സ്വരൂപിച്ച് കൂട്ടിവെക്കണം. നിത്യമായി നിലനിൽക്കുന്നത് അതുമാത്രമാണ്, മറ്റൊന്നും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് നാം ദൈവരാജ്യ വിഷയങ്ങളിൽ സമ്പന്നരായി മാറണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ പുഴുവോ തുരുമ്പോ കള്ളന്മാരോ പ്രവേശിച്ച് ഒരുവന് നിക്ഷേപത്തെ അപഹരിക്കുവാൻ ഒരിക്കലും സാധ്യതയില്ല.
അപ്പോൾ പുഴുക്കളിൽ നിന്നും ചിതകളിൽ നിന്നും ഒന്നും എല്ലാം സുരക്ഷിതമായിരിക്കുമെന്നും നമുക്കവിടുത്തെ കാണാൻ കഴിയും. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അകത്തെ യഥാർത്ഥമായി രീതി? സ്വർഗത്തിൽ സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തന്നെ ദൈവത്തിനായി വിശദീകരിക്കുകയും മറ്റുള്ളവർക്കായി കരുതുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് ശിഷ്യന്മാർ കടന്നു വരണമെന്ന് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശരിയായ മനസ്സോടെ നൽകുന്ന ഏത് പാനപാത്രവും വെള്ളത്തിനും പ്രതിഫലം ലഭിക്കാതെ ഇരിക്കുകയില്ല. അപ്പം മനസ്സോടെ വേണം ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിൻ്റെ ഹൃദയം ഒന്ന് ശോധന ചെയ്യുക. നിൻ്റെ ഹൃദയം എവിടെ ഇരിക്കുന്നത്? ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു? ചില നിക്ഷേപത്തിൻ്റെ അകത്താണ് നിൻ്റെ ഹൃദയം ഇരിക്കുന്നതെങ്കിൽ, ഭൂമിയിലാണ് നിൻ്റെ ഹൃദയം ഇരിക്കുന്നതെങ്കിൽ, ആ മനുഷ്യൻ്റെ ചിന്ത മുഴുവനും ഭൂമി സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അവനിൽ ആഴമായും ഗഹനത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, കുഞ്ഞെ, നിൻ്റെ നിക്ഷേപം, ഭൂമിയിലുള്ള നിക്ഷേപവും അവിടെയുള്ള പ്രത്യാശയും നീ കൈവിടിഞ്ഞിട്ട് യഥാർത്ഥമായി ദൈവിക നിക്ഷേപത്തിലേക്ക് നീ മടങ്ങി വരിക. യേശുവിനെ നിൻ്റെ നിക്ഷേപം മാറ്റുക, മറിച്ച് നമ്മളെ തന്നെ യേശുവിന് മുമ്പിൽ നിക്ഷേപമായി കരുതുക. കാരണം യേശു നിനക്ക് നിക്ഷേപവും നീ യേശുവിന് നിക്ഷേപമായി മാറുന്ന നിമിഷമാണ് കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധം സാധ്യമാക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായ കൂട്ടായ്മയിലേക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.